രാജ്യത്ത് 12ഓളം ഏജൻസികളാണ് എക്സിറ്റ് പോൾ സർവേകൾ നടത്തിയത്. ഏതാണ്ട് 12 ഏജൻസികളും ഒരേ രീതിയിൽ തന്നെയാണ് എക്സിറ്റ് പോൾ. സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും മോദി സർക്കാർ വീണ്ടും എത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടായില്ല. എക്സിറ്റ് പോൾ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള എക്സിറ്റ് പോളുകൾ 87 മുതൽ നടന്നിട്ടുള്ള എക്സിറ്റ് പോളുകൾ 1200 മുകളിൽ വരും. ഏതായാലും എക്സിറ്റ് പോളുകളുടെ റേറ്റിംഗ് 80%. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ വേരിയേഷൻസ് ഒന്നും വരില്ല. മൂന്നാമത് മോദി എത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിനിടയിലാണ് ഇന്നലെ നമ്മുടെ മലയാള മനോരമയുടെ എക്സിറ്റ് പോൾ പുറത്തു വന്നു. മനോരമ ചാനലിൻ്റെ എക്സിറ്റ് പോൾ പുറത്തു വന്നു. ഏതായാലും 2019 അവർ സർവേ നടത്തി മലയാളികളെ ഞെട്ടിച്ച ഒരു ചാനലാണ് മനോരമ. 2021 ഏറ്റവും മികച്ച സർവേ എന്ന് പറയേണ്ടി വരും. കാരണം അവർ അന്ന് പറഞ്ഞ തോക്കും എന്ന് പറഞ്ഞ, അതായത് തോൽവി ഉറപ്പിച്ച LDFിൻ്റെ 34 MLAമാരാണ് ഇന്ന് കേരള നിയമസഭയിൽ ഇരിക്കുന്നത്. അതിൽ 3-4 പേർ മന്ത്രിമാരാണ് എന്നാണ് വിശ്വാസം. ഏതായാലും അവർ മന്ത്രിമാരായതിനു ശേഷം ഒരു തികഞ്ഞ പരാജയമായിരുന്നുവെങ്കിലും മനോരമ സർവേ നടത്തിയതിനു ശേഷം അവർ വൻപം വിജയമാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ നേടിയത്. ഏതായാലും ഇപ്പോൾ വീണ്ടും മനോരമ എത്തിയിരിക്കുന്നു. മനോരമയുടെ സർവേ പ്രകാരം UDFന് ഒരു വലിയ തേരോട്ടം തന്നെയാണ് പറയുന്നത്. NDAക്ക് സീറ്റില്ല എന്നും പറയുന്നു. ഇതിനിടയിൽ വ്യാപകമായി ഉയരുന്ന ഒരു ആരോപണം, കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തുന്ന ഒരു ആരോപണമുണ്ട്. ആ ആരോപണം ഈ സർവേ നടത്തിയവരെല്ലാവരും മോദിയുടെ മീഡിയകളാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു ചെറിയ സംശയം കൂടി ഉയരുന്നുണ്ട്. കാരണം ABP ന്യൂസ് ആ വാർത്തകൾ ഇല്ലെങ്കിൽ ആ ചാനൽ ശ്രദ്ധിക്കുന്നവർക്കറിയാം, അത് മോദി വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ BJP വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നതിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ചാനലാണ്. ഒന്ന് ഇന്ത്യ ടുഡേ, മോദിയെയും BJPയും നഖശികാന്തം എതിർക്കുന്ന ഒരു ചാനലാണ്. NDTV, അദാനി വന്നതുകൊണ്ട് NDTVക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. കാരണം അദാനി ഒരു ബിസിനസ്സുകാരനാണ്. ഇപ്പോൾ NDTV പോകുന്ന അതേ റൂട്ടിൽ തന്നെ പോയാൽ അയാൾക്ക് എന്തെങ്കിലും കിട്ടും. അതല്ലാതെ അത് BJP ലൈനിലേക്കോ മറ്റെന്തെങ്കിലും ലൈനിലേക്കോ മാറ്റിക്കഴിഞ്ഞാൽ NDTV പൂട്ടിക്കെട്ടും എന്ന് അദാനിക്കറിയാം. ഏതായാലും NDTVയും ഏതാണ്ട് എന്നല്ല, കൃത്യമായി തന്നെ BJP വിരോധമുള്ളൊരു ചാനലാണ്. ഈ അടുത്ത കാലത്ത് സി ന്യൂസും BJPക്കെതിരെ തിരിയുന്നതായിട്ടാണ് നമുക്ക് ആ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. TV9 അടക്കം, ടൈംസ് നൗ അടക്കം, അങ്ങനെ ഈ ചാനലുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം പറയുക ഈ ചാനലിലൊക്കെ മോദി മീഡിയ ആണോ എന്ന്. ഒരുപക്ഷെ വളരെ ചുരുക്കം ചാനലുകൾ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നവരുണ്ടാകാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ചാനലുകളൊക്കെ ദേശീയ ചാനലുകൾ തന്നെയാണ്. ഈ ചാനലുകളുടെ സർവേകളിലൊക്കെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നതും. ഏതായാലും നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഈ പറയുന്നതിലൊക്കെ പതിരുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.